പലപ്പോഴും നമ്മൾ റുമറ്റോളജി അസുഖങ്ങളിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റായിട്ട് ആ ജോയിൻസ് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ആകും, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് അഫക്റ്റ് ആകുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദ ഓർഗൻസ് സ്കിന്നാണ്, തൊലിപ്പുറമാണ്. തൊലിപ്പുറത്ത് പാടിൻ്റെ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ആർത്രൈറ്റിസ് കൊണ്ടുണ്ടാകാം എന്ന് നമുക്ക് വ്യക്തമായി, ഇത് അണ്ടർലൈങ് ആയിട്ട് ഓട്ടോഇമ്യൂൺ അസുഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ എന്തൊക്കെ ലീഷൻസ്, എന്തൊക്കെ സ്കിന്നിൽ എന്തൊക്കെ ഉണ്ടാകാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ പ്രശ്നം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കിന്ന് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ്. സ്കിന്നിൽ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും പല വാതരോഗങ്ങൾക്കും തൊലിപ്പുറത്ത് പാടുകളുണ്ടാകാം. അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമുക്കറിയാം സോറിയാറ്റിക് ആർത്രൈറ്റിസിലാണ്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് തലയിൽ പൊറ്റകൾ പോലെ കാണും. അപ്പം തലയിൽ പൊറ്റകൾ അല്ലെങ്കിൽ സ്കിന്നിൽ പൊറ്റകൾ ഇവിടെ എൽബോയിലോ അല്ലെങ്കിൽ നമ്മുടെ നീ ജോയിൻ്റെ മുമ്പിലോ മുട്ടിൻ്റെ മുമ്പിലോ കൈമുട്ടിൻ്റെ സൈഡിലോ ഒക്കെ ഒരു നല്ല രീതിയിൽ ചുമന്ന കുറ്റുകളും പൊറ്റകളും ഉണ്ടെങ്കിൽ അത് ഒരു സോറിയാസിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്ക് ജോയിൻസിൽ വേദനയുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആകാനാണ് സാധ്യത. രണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ സോറിയാസിസ് ആണെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് സീരിയസ് അല്ലെന്നല്ല, വളരെ ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണ്. നമുക്ക് വളരെയധികം രോഗികൾക്ക് പലപ്പോഴും കാണുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ 1% ആളുകൾക്ക് സോറിയാസിസ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സോറിയാസിസ് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ചിലത് മൈൽഡായി, ചിലത് സിവിയർ ആയിരിക്കും. പക്ഷേ അവർക്ക് ഉണ്ടാകേണ്ട ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പൊറ്റകളായിരിക്കും വരുന്നത്. ഒരു സിൽവറി സ്കെയിൽസ്, അതായത് നമ്മുടെ വെള്ളി നിറത്തിലുള്ള ചെതമ്പൽ പോലെ വരുന്ന സ്കെയിൽസ് വരുമ്പോഴാണ് സോറിയാസിസ് ആണ് നമ്മൾ തിരിച്ചറിയുന്നത്. രണ്ടാമത് വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു പ്രശ്നമാണ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന രോഗികൾ കാണുന്നൊരു പ്രശ്നം. ഒരു ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്ക് ഇതുണ്ടെങ്കിലും അവർ വളരെയധികം ശ്രദ്ധിക്കണം. ചുമന്ന കുത്തുകൾ എവിടെയാണ്? കാലുകളിൽ ചുമന്ന ചെറിയ പിൻ സൈസ്, പിന്നിൽ ചെറിയ സൈസിലുള്ള മൾട്ടിപ്പിൾ റെഡ് കളേഡ് ചുമന്ന കളത്തിലുള്ള പാടുകളുണ്ടെങ്കിൽ അത് രക്തക്കുഴലിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയെ സൂചിപ്പിക്കുന്നു. രക്തക്കുഴലിൽ നീർവീഴ്ചയുണ്ട്. രക്തക്കുഴലിൽ നിന്ന് ചെറിയ ചുവന്ന രക്താണുക്കൾ പുറത്തിറങ്ങി വരുന്നത് കൊണ്ടാണ് ഇത് വാസ്കുലൈറ്റിക് റാഷ് എന്ന് പറയും. വാസ്കുലൈറ്റിക് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ട് രക്തക്കുഴലുണ്ടാകുന്ന നീർവീഴ്ചയാണ്. അപ്പം കാലിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ അതിൻ്റെ ലക്ഷണമാണ്. പിന്നെ പലപ്പോഴും വേറെ ഉണ്ടാകുന്ന SLEയിലാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചുമന്ന കുത്തുകൾ കാണുന്നത്. മുഖത്തായിരിക്കും, മാലാർ റാഷ് എന്ന് പറയും. ഇവിടെ നല്ല രീതിയിൽ ചുമന്ന രീതിയിലുള്ള റാഷ് വരാം. അപ്പോൾ ഒരു ആർത്രൈറ്റിസ് ഉള്ള രോഗിക്ക്, സന്ധിവേദനയുള്ള രോഗിക്ക് കാലുകളിൽ ചുവന്ന കുത്തുകളുണ്ട്, അല്ലെങ്കിൽ മുഖത്ത് ചുവന്ന കുത്തുകളുണ്ട്, മുഖത്ത് ചുവന്ന പാടുകളുണ്ട്, സൂര്യപ്രകാശത്തിൽ പോകുന്ന പാട് വരുന്നു, അതൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ലക്ഷണമാണ്. എന്തൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പറയാൻ കാര്യം? പലപ്പോഴും ഈ സ്കിൻ ഈസ് എ വിൻഡോ എന്ന് പറയും. അതായത് സ്കിന്നിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അസുഖം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ തൊലിപ്പുറത്ത് ചുവന്ന കുത്തുകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? രക്തക്കുഴൽ നീർവീഴ്ചയുണ്ട്. രക്തക്കുഴൽ നീർവീഴ്ചയുണ്ടെങ്കിൽ സ്കിന്നിൽ മാത്രം ആയിരിക്കും, ചിലപ്പോൾ പലപ്പോഴും ഇൻറ്റേർണൽ ഓർഗൻസിന് അതുപോലെ കാണും. അത് കിഡ്നിയോ ലങ്സിനെയോ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ സാധാരണയായിട്ട് കാണുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കുറേ നാൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചികിത്സിച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം അസുഖം കൺട്രോൾ ആകാത്ത ആളുകൾക്ക് ഈ രീതിയിലുള്ള വാസ്കുലൈറ്റിസ് ആയിട്ട് വരാം. അത് രക്തക്കുഴലിൽ നീർവീഴ്ച വന്ന് സ്കിന്നിൽ ചുമന്ന് കുത്തു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഏതൊക്കെ ഓർഗൻസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. പലപ്പോഴും നെർവ്സ് ആണ് അഫക്റ്റ് ചെയ്യുക. നെർവ്സ് ആണെങ്കിൽ എന്ത് വരും? കയ്യിലും കാലും പെരുപ്പ് വരും, അല്ലെങ്കിൽ ലങ്സിനെ വരാം, വിട്ടുവിട്ടാകുന്ന ചുമ വരാം, അല്ലെങ്കിൽ കിഡ്നിയിലൂടെ പോകുമ്പോൾ പത വരുന്ന പോലെ വരാം. അങ്ങനെയുള്ളപ്പോൾ അത് സീരിയസ് ഡിസീസിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ ഇവിടെ ചുമന്ന് വരുന്നു. ഒരു ആർത്രൈറ്റിസ് ഉള്ള രോഗിക്ക് ഇവിടെ ചുമന്നുകൂടി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ എന്തോ ആലോചിക്കണം? SLE അഥവാ ലൂപ്പസ് ആണെന്ന് നോക്കണം. SLE ആണെങ്കിൽ നമുക്കറിയാം ANA ടെസ്റ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് SLE ആണെന്ന് നോക്കിയിട്ട് ചികിത്സിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ സ്കിന്നിൽ ലീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഒരു ആർത്രൈറ്റിസ് രോഗിക്ക് സ്കിന്നിൽ ഇന്ന ലീഷനാണ്. സോറിയാസിസ് ഉണ്ടെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. കൈകാൽ ചുവന്ന കുത്തുകളുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു വാസ്കുലൈറ്റിസിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ മുഖത്ത് പാടുണ്ടെങ്കിൽ SLE ലക്ഷണമാണ്. പിന്നെ സ്കിന്നിൽ തന്നെ തുടങ്ങുന്ന ഒരു ആർത്രൈറ്റിസ് ഉണ്ട്. നമുക്കറിയാം ഒരു ടൈപ്പ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് സ്ക്ലിറോഡെർമ. സ്ക്ലിറോഡെർമയിൽ എന്താ വരുന്ന ലക്ഷണം? ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൈകളിൽ നീല കളർ വരും. പിന്നെ തൊലി കട്ടുപിടിക്കും. തൊലിയുടെ കളർ കട്ടിപിടിച്ച് കളർ മാറുന്നതായിട്ട് വരുന്നൊരു അസുഖമാണ് സ്ക്ലിറോഡെർമ. അത് തൊലിയിൽ തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ വരുന്നത്. അവരുടെ മുഖത്തിൻ്റെ ഭാവം തന്നെ മാറുന്നൊരു അസുഖമാണ് സ്ക്ലിറോഡെർമ. പിന്നെ വരുന്ന വേറൊരു വലിയ പ്രശ്നമാണ് പല മരുന്നുകൾ, എസ്പെഷ്യലി HCQ ഒക്കെ കഴിക്കുമ്പോൾ സ്കിന്നിൻ്റെ ടോൺ കുറച്ച് ടാനിങ് എന്ന് പറയും. അത് യൂഷ്വലി SLEയുടെ പേഷ്യൻസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് HCQ കുറച്ച് നാൾ കഴിച്ച് കഴിയുമ്പോൾ സ്കിന്നിൻ്റെ കളർ ടോൺ കുറയും. അങ്ങനെ കളർ ടോൺ കുറയുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ HCQ പലപ്പോഴും കുറയ്ക്കും. HCQ കുറച്ച് നമ്മൾ നിർത്തിക്കഴിയുമ്പോൾ ഈ സ്കിൻ ടോൺ പഴയ രീതി വരും. പലപ്പോഴും എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് ഈ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ടാനിങ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് പെട്ടെന്നൊന്നും വരില്ല കേട്ടോ. 2 മാസമില്ല, 3, 4, 5 കൊല്ലം കഴിയുമ്പോഴൊക്കെയാണ് പലപ്പോഴും ടാനിങ് ഉണ്ടാകുന്നത്. ടാനിങ് ഉണ്ടെങ്കിൽ സാധ്യമായ ആളുകൾ നമ്മൾ HCQ നിർത്തുകയും വേറൊരു മരുന്നിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്യും.
അങ്ങനെ അപ്പോൾ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ SLE അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് സ്കിൻ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഡോക്ടറിലേക്ക് പറയണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ബാക്കിയുള്ള സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിൽ ഡെർമറ്റോളജി നമ്മുടെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അങ്ങനെ അവർ നമ്മുടെ ഡയഗ്നോസിലും മാനേജ്മെൻറ്റും വളരെയധികം നമുക്ക് എസെൻഷ്യലുമാണ്.